ഫിഷാണ്. ആക്ച്വലി ഇത് വലിയൊരു ഫിഷാണ്, കണ്ടില്ലേ? കൂഫർ. ഇത്ര വലിയ ഫിഷാണ്. കൂഫർ എന്നാണ് ഫിഷിന്റെ പേര്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ശരിക്കും കുക്ക് ചെയ്യേണ്ടതാണ്, ഈ ഒരു വലുപ്പത്തിൽ തന്നെ. അപ്പോഴാണ് ഇത് ചെയ്ത് കഴിഞ്ഞാലും കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവാം, അല്ലേ? പക്ഷെ ഇത് നമുക്ക് ഇത്രയും വലിയൊരു പാത്രം, നമ്മളിവിടെ ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് ഇത്രയും വലിയൊരു പാത്രം ഞങ്ങൾ ഉപയോഗിക്കാൻ ആവശ്യമില്ല. സോ അപ്പോൾ ഞങ്ങളുടെ അടുത്ത് അങ്ങനെ വലിയൊരു പാത്രമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ 2 പീസാക്കിയിട്ട് 2 കഷ്ണാക്കിയിട്ട് ആണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് കട്ടിയിലേക്ക് എടുക്കാം. രണ്ട് പീസ്. പിന്നെ ഇതിലൊരു സ്പെഷ്യൽ ഐറ്റംസ് ആണ്, നമ്മൾ തേങ്ങയുണ്ട്. ഈ തേങ്ങേൻ്റെ 1/4 പാൽ എടുക്കും, കട്ടിപ്പാൽ. ഇതിലാണ് ഞാൻ മീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്, മനസ്സിലായോ? ഈ തേങ്ങയിലാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അതെ. 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 സ്പൂണ് വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാ. ഇത് ഞാൻ 1 സ്പൂൺ ചേർക്കുന്നുണ്ട്, മനസ്സിലായോ? പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ ഒരു ലെമൺ എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ഒരു നേരെ പകുതി ഇത് ചേർക്കാം. ഇങ്ങനെ കാണും. ഇത് നമ്മൾ മിക്സാക്കുക, കൈ കൊണ്ട് തന്നെ നമ്മൾ മിക്സാക്കി എടുക്കും. എന്താ ഇതിൻ്റെ സൈഡിലൊക്കെ രണ്ട് സൈഡ് ഇങ്ങനെ ഈ തേങ്ങ ഞാൻ പാലെടുക്കാം, ഇതിൻ്റെ 1/4 പാൽ കേട്ടോ. ഇത് ഒരു തേങ്ങൻ്റെ 1/4 പാൽ കട്ടിയിലെടുത്ത് ഇതിലാണ് ഞാൻ മീൻ പൊരിച്ചെടുക്കുന്നത്. ഫുൾ തേങ്ങ. ഇതിൽ അവസാനമായിട്ട് ഞാൻ 1-2 ചേരുവകൾ ചേർക്കും. അത് നിങ്ങൾക്ക് കാണിച്ചാൽ ഇപ്പോൾ നമുക്ക് ഹലോ ഒരു പീസ് ഇതിങ്ങനെ വറ്റി വരും. നിങ്ങൾക്ക് 1 പീസാണ് കാണിക്കുന്നത്, മറ്റേ പീസ് നമ്മൾ പിന്നെ പൊരിച്ചോളൂ. നോക്കി കാണുന്നുണ്ട്. ഇതാ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക, മനസ്സിലായല്ലോ? ഇതാ ഇവിടെ സൗകര്യം പറഞ്ഞിട്ട് അയ്യോ ഉണ്ടാ നിങ്ങൾ എനിക്ക് എന്താ കളർ നല്ല ഇപ്പം നല്ലൊരു മണം, നല്ല സ്മെല്ല്. നോക്കി ഇതൊക്കെ ഇങ്ങനെ വറ്റുമ്പോൾ നമുക്ക് അറിയാം ഈ മീനൊക്കെ ശരിക്കും ഫ്രൈ ആയിരുന്നു. എണ്ണയിൽ പൊരിഞ്ഞിട്ടുള്ള പോലെ തന്നെ. എണ്ണയിൽ പൊരിഞ്ഞ പോലെ തന്നെ ക്രിസ്പിയാവുണ്ടോ? എണ്ണയിൽ പൊരിഞ്ഞ പോലെ തന്നെ ഇതാ ഈ ചുറ്റുഭാഗം നോക്കി തേങ്ങപ്പാൽ ഇങ്ങനെ വിരിച്ചെടുക്കും. എരി ഇപ്പം നമ്മൾ ഇതിൽ ചേർക്കുന്ന ചേരുവകൾ കാണിച്ചു തരാം. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, കാരണം നല്ലൊരു ഇതിന് വേണ്ടിയിട്ട് ഇത് നിർബന്ധമൊന്നുമില്ല. നോക്കിയേ 5-6 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. നിർബന്ധമില്ല, നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ ഇതാ നല്ല സ്മെല്ലാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് അറിയാം കഴിച്ചിട്ട് അവരുടെ അഭിപ്രായം. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഈ സൈഡിലൊക്കെ കണ്ട ഈ നമ്മുടെ പാല് പോലെ ഇങ്ങനെ ഇതാ പൊട്ടിപ്പിടിക്കരുത്, ചെറിയ തീരെ വയ്ക്കുക. അതാ സപ്പോർട്ട് ചെയ്യും. അടിപൊളി ക്രിസ്പിയാണ്. ഓക്കെ ഉണ്ടോ? ഈ തേങ്ങപ്പാലിന് ഈ എണ്ണയൊക്കെ ഊറുന്നുണ്ടോ? വിളിച്ചിട്ടുണ്ടോ? തേങ്ങ കറി നല്ല സ്മെല്ലാണ്. തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറി അതിനെ പറ്റിച്ചെടുത്ത് പോലത്തെ ഒരു സ്റ്റൈലിലാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. വെറും തേങ്ങപ്പാലിൽ എണ്ണ വരും, പക്ഷേ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, കണ്ടാൽ തന്നെ അറിയാം. പ്രത്യേക തരം ഒരു മണമുണ്ട്, നല്ലൊരു സ്മെല്ല്. പിന്നെ സൈഡിൽ കണ്ട അതിൻ്റെ ആ ഗ്രേവി, ഇതൊക്കെ എണ്ണ കൊടുക്കുക, മനസ്സിലായോ? ഇതൊക്കെ എണ്ണ ഉണ്ടോ? എന്തായാലും ഇതൊരു 100% ഹെൽത്തി ഫുഡാണെന്ന് ഉറപ്പാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു ഫിഷാണ്. നമുക്ക് ധൈര്യപൂർവ്വം അത്ര വലിയ ഫിഷിനെ മുഴുവനായിട്ട് വേണം കഴിക്കാം. ഇത് നമ്മൾ ഫിഷ് ഇത് ധാരാളം. ഇത് നോക്കിയത് എണ്ണയൊക്കെ കേട്ടോ തെളിഞ്ഞ് നിൽക്കുന്നത്, ഈ തേങ്ങപ്പാലിലെ എണ്ണ കണ്ടോ? ഇതാണ് ശരിക്കും. ഇതിന് ശരിക്കും ഇത് പോയിട്ട് ഇഞ്ഞെടുക്കും കേട്ടോ. ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് മതി. അപ്പോൾ ഇത് റെഡിയാവും. വേണമെങ്കിൽ നമുക്ക് മൂടി കൊടുക്കാം. എണ്ണ ഊരുന്ന സംഭവം കൊള്ളാം കേട്ടോ. ഫ്രഷ് വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ എന്ന് പറയുമ്പം
തേങ്ങ എന്ന് പറയുമ്പം തീർച്ചയായിട്ടും തേങ്ങയാണ് നമ്മൾ വെളിച്ചെണ്ണ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയുടെ അംശം ഇതിനകത്ത് ശരിക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് വെളിച്ചെണ്ണയിൽ പൊരിച്ചാലുള്ള ആ ഒരു ടേസ്റ്റും കൂടി ഇതിനകത്ത് ആഡാണ്. പ്ലസ് തേങ്ങൻ്റെ ഒരു തേങ്ങയിൽ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളൂ. ഒറ്റ ഫസ്റ്റത്തെ ഇതിനെ ബാക്കി എടുത്തിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തില്ല. സോ ഫ്രണ്ട്സ്, നമ്മളെ മീന് ഞങ്ങൾ സെർവ് ചെയ്തിരിക്കുകയാണ്. ഇതാ തേങ്ങാപ്പാലിൽ പൊരിച്ച മീൻ. ഇവിടെ നിന്നൊരു പീസ് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഈ കായത്തിലേക്ക് ആഡ് ചെയ്യുക. കായത്തിലേക്ക് ആഡ് ചെയ്ത് റിയലി ഡെലീഷ്യസ് ആൻഡ് ഹെൽത്തി കൂടാണ്. നമുക്ക് ഇഷ്ടം പോലെ വാരിക്കൂരി കഴിക്കാം.